കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ആചാരവഴികളിൽ ഭക്തിയും കൗതുകവും അതോടൊപ്പം നെഞ്ചിടിപ്പേറ്റുന്ന ഭയവും നിറഞ്ഞ തികച്ചും വിഭിന്നവും യുദ്ധസമാനവുമായ ഒരു ചരിത്ര മുഹൂർത്തമാണ് മുത്തപ്പൻ വരവും കൂലോം കയ്യാല, അതായത് കോവിലകം കയ്യാല ആക്രമണവും. ഇളനീരാട്ടം കാണാൻ ശാന്തമായി കാത്തുനിൽക്കുന്ന ഭക്തർക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായാണ് ഈ ചടങ്ങ് കടന്നുവരുന്നത്. ശാന്തമായ യാഗഭൂമിയെ പെട്ടെന്നൊരു യുദ്ധക്കളമാക്കി മാറ്റുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു അത്യപൂർവ ചടങ്ങാണിത്. ഇളനീരാട്ടത്തിന് തൊട്ടു മുൻപ് ഇളനീരാട്ടത്തിന് രാശി നിശ്ചയിച്ച് മുഴുവൻ ഇളനീരുകളും മുഖമണ്ഡപത്തിൽ ചെത്തിക്കയറ്റി കഴിഞ്ഞാൽ സന്നിധാനം സാക്ഷ്യം വഹിക്കുന്നത് മറ്റെങ്ങും കാണാത്ത ഒരു വന്യദൃശ്യത്തിലാണ്. കോട്ടേരിക്കാവിലെ ഗൂഢകർമ്മങ്ങളും ദക്ഷിണയും വൈകുന്നേരത്തെ 1000 കുടം അഭിഷേകം കഴിയുന്നതോടെ പെരുവണ്ണാൻ സ്ഥാനികൻ പൈങ്കുറ്റെ സാധനങ്ങളുമായി തനിച്ച് കിഴക്കേ നടയിലുള്ള കുറിച്യാരുടെ മുത്തപ്പൻ ആരാധനാ കേന്ദ്രമായ കോട്ടേരിക്കാവിലെ രഹസ്യ സങ്കേതത്തിലേക്ക് പോകുന്നു. അവിടെ പെരുവണ്ണാന് ചില ഗൂഢപൂജകളും രഹസ്യ കർമ്മങ്ങളുമുണ്ട്. ഇതിനിടയിൽ പുറംകലയൻ സ്ഥാനീകനും മുത്തപ്പൻ വരവിനുള്ള സാമഗ്രികളുമായി അവിടെ എത്തുന്നു. എന്നാൽ ഇരുവരും പരസ്പരം സംസാരിക്കാതെ പുറംതിരിഞ്ഞിരുന്ന് അതീവ രഹസ്യമായി പ്രാർത്ഥനകളിൽ മുഴുകുന്നു. ഇതേ സമയം ആക്കൽ ഊരാളനും അദ്ദേഹത്തിന് അനന്തിരവനും പാട്ടാളിയും മാലോ ദൈവസ്ഥാനത്തെത്തുന്നു. അവിടെ പാലക്കീഴിൽ വെച്ച് ആക്കൽ ഊരാളൻ ഒറ്റപ്പിലാനും ആശാരിക്കും ദക്ഷിണ നൽകുന്നു. തുടർന്ന് പെരുവണ്ണാനും പുറം കലയനുമുള്ള ദക്ഷിണകൾ ഒറ്റപ്പിലാനെ ഏൽപ്പിച്ച് മുത്തപ്പൻ വരവറിയിക്കാൻ പാട്ടാളിയെ കിഴക്കേ നടയിൽ നിർത്തിയ ശേഷം ഊരാളനും സംഘവും വാളറയുടെ പൂമുഖത്തേക്ക് മടങ്ങുന്നു. വേഷപ്പകർച്ചയും യുദ്ധപ്പുറപ്പാടും. ഒറ്റപ്പിലാനും അനന്തരവനും ചേർന്ന് മുത്തപ്പൻ വരവിനാവശ്യമായ ശൂലം, പീഠം, കപാലം എന്നിവ ജന്മരാശിയിൽ നിന്ന് ഏറ്റുവാങ്ങി നേരെ കോട്ടേരിക്കാവിലേക്ക് പോകും. അവിടെ വെച്ച് ഊരാളൻ ഏൽപ്പിച്ച ദക്ഷിണയും ഈ സാമഗ്രികളും പെരുവണ്ണാനും പുറംകലയനും കൈമാറുന്നു. ദക്ഷിണ സ്വീകരിച്ച പുറംകലയൻ ബാവലിപ്പുഴയിൽ കുളിച്ച് കോട്ടേരിക്കാവിലെ രഹസ്യ സങ്കേതത്തിൽ തിരിച്ചെത്തുന്നു. അവിടെ വെച്ച് പെരുവണ്ണാൻ പുറംകലയൻ്റെ ദേഹമാസകലം ചായങ്ങൾ പൂശി കൺകോണുകളിൽ രൗദ്രത നിറച്ച് വന്യമായ മുഖത്തെഴുത്തോടെ സാക്ഷാൽ മുത്തപ്പനായി വേഷപ്പകർച്ച വരുത്തുന്നു. അന്ധകാരത്തിലെ ഭയപ്പെടുത്തുന്ന നിശബ്ദതയും വിളിപ്പുറങ്ങളും. ആ സമയം മണിത്തറയ്ക്ക് മുന്നിൽ അടിയന്തര യോഗ പ്രതിനിധികൾ അതീവ ജാഗ്രതയോടെ ഒരു ആക്രമണം പ്രതീക്ഷിച്ച് നിലയുറപ്പിച്ചിട്ടുണ്ടാകും. മണിത്തറയ്ക്ക് മുന്നിൽ 2 വാരിക്കുന്തങ്ങൾ കുറുകനെ പിടിച്ച് മഠത്തിൽ വാര്യരും മുത്തപ്പന് നിൽക്കാനുള്ള തൃക്കൂർ സാധനങ്ങളുമായി സ്ഥാനികൻ നമ്പീശനും കാത്തുനിൽക്കുന്നു. ഇവർക്കരികിലായി ഓച്ചറും കണക്കപ്പിള്ളയും തൊട്ടടുത്തായി പന്തം ചലിപ്പിച്ച് പന്തക്കിടങ്ങളും നിലയുറപ്പിക്കുന്നു. കോട്ടേരിക്കാവിനടുത്ത് രൗദ്രത ഉണരുമ്പോൾ സന്നിധാനത്തെ വിളക്കുകളെല്ലാം ഒന്നൊന്നായി അണയുന്നു. പന്തക്കിടാങ്ങളുടെ പന്തങ്ങളിൽ നിന്നുമുയരുന്ന തീജ്വാലകളുടെ വെളിച്ചം മാത്രം. അർദ്ധാന്ധകാരത്തിൽ മുങ്ങിയ യാഗഭൂമിയിൽ പെട്ടെന്നൊരു കൊടുംഭയത്തിൻ്റെ അന്തരീക്ഷം പടരുന്നു. ഭക്തിയാണോ അതോ വരാനിരിക്കുന്ന യുദ്ധത്തോടുള്ള ഭയമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം കാഴ്ചക്കാരായ ഭക്തർ നിശബ്ദരാകുന്നു. ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് തിരുവഞ്ചിറയിൽ നിൽക്കുന്ന ഓച്ചറും കണക്കപ്പിള്ളയും കിഴക്കേ നടയിലെ കൽപ്പടവുകൾക്ക് മുകളിൽ നിൽക്കുന്ന പാട്ടാളിയോട് ഉറക്കെ ചോദിക്കുന്നു,
പാട്ടാളി, മുത്തപ്പൻ പാലക്കീടെത്തിയ പറയണേ. അതു കേൾക്കുന്ന പാട്ടാളി തൻ്റെ ഉച്ച ശബ്ദത്തിൽ പാലക്കീഴുള്ള ഒറ്റപ്പിലാനോട് വിളിച്ചു ചോദിക്കുന്നു, കേളോ, മുത്തപ്പൻ പാലക്കൂലെത്താറായോ? ഇരുളിൽ നിന്നും ഉയരുന്ന ഈ ചോദ്യവും മറുചോദ്യവും അന്തരീക്ഷത്തിൽ 4-5 തവണ ആവർത്തിക്കുമ്പോൾ കാഴ്ചക്കാരിൽ ആശങ്കയും ഉദ്യോഗവും അതിൻ്റെ പരംകോടിയിലെത്തുന്നു. ഒടുവിൽ മുത്തപ്പൻ പാലക്കീഴിലെത്തി എന്ന മറുപടി പാട്ടാളിയിലൂടെ സന്നിധാനത്തിൽ മുഴങ്ങുന്നു. സന്നിധാനം സാക്ഷ്യം വഹിക്കുന്നത് യുദ്ധസമാനമായ അട്ടഹാസങ്ങൾക്കാണ്. പെരുവണ്ണാന്റെ കയ്യും പിടിച്ച് ആർത്തലച്ച് അത്യന്തം ആക്രമണോത്സുകനായി മുത്തപ്പൻ മണിത്തറയെ ലക്ഷ്യമാക്കി തിരുവഞ്ചിറയിലേക്ക് പാഞ്ഞു കയറുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു വശത്തും നിന്നും ഒറ്റപ്പിലാനും കുറിച്യ പടയാളികളും വന്യമായ അട്ടഹാസങ്ങളോടെ കോവിലകം കയ്യാലകളിലേക്ക് പാഞ്ഞെടുക്കുന്നു. ആക്രോശത്തോടെ പാഞ്ഞെടുക്കുന്ന മുത്തപ്പനും സംഘവും മണിത്തറയ്ക്ക് തൊട്ടടുത്ത് മുഖമണ്ഡപത്തിലേക്ക് ഇരച്ചു കയറാൻ ആഞ്ഞു നിൽക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് വാളറയിൽ നിന്നും വളശ്യമ്മ ചപ്പാരം ഭഗവതിയുടെ അതിവ്യമായ വാളുകളുമായി പുറത്തേക്ക് വരുന്നു. സാക്ഷാൽ പരാശക്തിയുടെ ജ്വലിക്കുന്ന വാളുകൾ കണ്ണിൽ പതിച്ചതോടെ അതുവരെ രൗദ്രഭാവത്തിൽ ആടിയ മുത്തപ്പൻ പെട്ടെന്ന് ശാന്തനാകുന്നു. എന്നാൽ അപ്പുറത്ത് കോവിലകം കയ്യാല കീഴടക്കാൻ പാഞ്ഞുകയറിയ കുറിച്യ പടയാളികൾ അവിടെ ഒരു യുദ്ധരംഗം തന്നെ സൃഷ്ടിക്കുന്നു. തങ്ങളുടെ പരമ്പരാഗതമായ അവകാശത്തോടെ അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം കൈയടക്കി ആക്രോശത്തോടെ അവർ മടങ്ങുന്നു. കൊട്ടിയൂരിലെ മറ്റെല്ലാ ശാന്തമായ ആചാരങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായ ഈ ചടങ്ങ് പ്രകൃതിയുടെ വന്യതയും പടപ്പാട്ടിൻ്റെ ചരിത്രവും ഈശ്വരീയമായ ഭക്തിയും ഒന്നുചേരുന്ന അപൂർവ ദൃശ്യമാണ്. ചരിത്രപരമായ വീക്ഷണം. ഒരു കാലത്ത് തങ്ങളുടെ പൂർണ്ണ അധീനതയിലായിരുന്ന കാനന പ്രദേശവും തങ്ങളുടേതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിരുന്ന ആരാധന സങ്കേതവും പിൽക്കാലത്ത് രാജാധികാരത്തിന് കീഴിലായതിലുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ പുനരാവിഷ്കരണമാണ് ഈ ചടങ്ങാണെന്ന് അനുമാനിക്കപ്പെടുന്നു. തങ്ങളുടെ പരമാധികാരം തിരിച്ചുപിടിക്കാൻ പരദേവനായ മുത്തപ്പൻ്റെ സാന്നിധ്യത്തിൽ കുറിച്യ പടയാളികൾ നടത്തിയ ആ പഴയ പോരാട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് അനുമാനിക്കപ്പെടുന്നത്. മുത്തപ്പനും കൊട്ടിയൂരും തമ്മിലുള്ള ഗാഢമായ ആത്മബന്ധം മനസ്സിലാക്കുമ്പോഴാണ് ഈ ചടങ്ങിൻ്റെ ചരിത്രപരമായ ആഴം വ്യക്തമാകുന്നത്. എന്നാൽ ദക്ഷ്യയാഗം തകർക്കാനായി സാക്ഷാൽ വീരഭദ്രൻ്റെ നേതൃത്വത്തിൽ ശിവഭൂതഗണങ്ങൾ യാഗഭൂമിയിലേക്ക് ഇരച്ചുകയറി നടത്തിയ ആക്രോശങ്ങളുടെയും ആക്രമങ്ങളുടെയും നേർക്കാഴ്ചയാണിതെന്ന് വിശ്വാസവും നിലവിലുണ്ട്.